വാട്ടർ പ്രൂഫിംഗ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന എന്നാൽ മുന്നേ എങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു ടെർമിനോളജിയാണിത്. ഒരു 15 വർഷം മുന്നേ ചെയ്ത വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള വീടുകളാവട്ടെ പലപ്പോഴും നമ്മൾ പറയും അത് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാത്തത് കാരണം വന്നതാണ് എന്നുള്ളത്. ഇവിടെ പൊതുവെ ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. എന്തിനാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം, വാട്ടർ ഡാംപ്നെസ് അല്ലെങ്കിൽ നനവ് വരുന്നത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ലീക്ക് വരുന്നത് ഒഴിവാക്കാനാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സംശയം അവിടെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വ്യത്യസ്തമായ വാട്ടർ പ്രൂഫിംഗ് രീതികളുണ്ട്. കൺസ്ട്രക്ഷൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നേ ചെയ്യേണ്ട വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്, പ്ലാസ്റ്ററിങ്ങിന് ശേഷം ചെയ്യേണ്ടതുണ്ട്. എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന ഷോ വാളുകൾ, അതേപോലെ തന്നെ കണ്ടംപററി ഡിസൈൻസിൽ വരുമ്പോൾ പല ചുമരുകളും ഫുള്ളായിട്ട് ഷെയ്ഡിങ് ഇല്ലാതെ നനയുന്ന രീതിയിലുണ്ടാവും. അത്തരത്തിലുള്ള ഷോ വാളുകൾ ചെയ്യേണ്ട രീതികളുണ്ട്. ഇത്തരത്തിൽ വാട്ടർ പ്രൂഫിംഗ് എന്ന ടെക്നോളജി പല രീതിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ചെയ്യുക, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ മെത്തഡോളജി, ഇതെല്ലാം ഒരു എഞ്ചിനീയറുടെ കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിർമ്മാണ സംബന്ധമായിട്ടുള്ള എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിം ആനമങ്ങാട്.